24 വോൾട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററിയും അതിന് പറ്റുന്ന ഒരു 3000 മോഡലിലൊരു ഇൻവെർട്ടർ നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതും നമ്മൾ അപ്പർ വോൾട്ട് അതുപോലെ വാണിംഗ് വോൾട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതും അതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളിപ്പോൾ 3-4 വർഷങ്ങൾ മുമ്പല്ലേ കണ്ടിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലിഥിയം ബാറ്ററി സർവീസിന് വന്നു കേട്ടോ. ടോപ്പ് ബാലൻസും കാര്യങ്ങളും ക്ലിയർ ചെയ്തതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ. 24 വോൾട്ടിൻ്റെ ഒരു 100H എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ട്യൂബുലർ ബാറ്ററി ഒരു 140-150Hൻ്റെ 2 ബാറ്ററിക്ക് തുല്യമായിട്ട് ഇവന് ഒരു 8-10 കിലോ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഇൻവെർട്ടറിൻ്റെ മുകളിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാറ്ററിയും അതിന് 3000 മോഡൽ, ഇതിന് നമുക്കൊരു 4000 മോഡലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു എമർജൻസി ആയിട്ട് നമുക്ക് കുറച്ചൊരു മോട്ടർ വർക്ക് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിന് തൊട്ട് വലിയവനുണ്ട്. ഓക്കെ, ഇത് 3000 കോമൺ ആയിട്ട് നമുക്ക് ടി വി ലൈറ്റ്, ഫാൻ, മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് പോലത്തെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എന്താ ഒരു ഗുണം എന്താ ചോദിച്ചാൽ, ഈ ലിഥിയം ബാറ്ററി ഒരുപാട് ആളുകൾ ചോദിക്കുകയാണ്, എന്താ ട്യൂബുലർ ബാറ്ററി ലിഥിയം ബാറ്ററിയും ഭാവിയിൽ തൂക്കി വിൽക്കുമ്പോൾ കുറച്ച് പ്രൈസ് കിട്ടുമല്ലോ ട്യൂബുലർ ബാറ്ററി, ഇതിന് കിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. ആ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നഷ്ടമാണ്. ഡെയിലി നമുക്കൊരു 20% നമുക്ക് ലോസാണ്. നമ്മൾ ബാറ്ററിയിൽ നമ്മളൊരു 100% ചാർജ് കയറ്റി കഴിഞ്ഞാൽ, ട്യൂബുലർ ബാറ്ററിയിൽ ചാർജ് കയറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 80% നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുള്ളൂ. അത് നമ്മൾ സ്പീഡിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 60% ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ടെക്നിക്കൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുണ്ടാവും. ഇവൻ എന്താ വെച്ചാൽ 100% നിങ്ങൾ ചാർജ് കയറ്റി അതിൻ്റെ 100% നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ട്യൂബുലർ ബാറ്ററിയിൽ നമുക്ക് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഫ്ലോട്ടായിട്ട് ഇങ്ങനെ ചാർജിങ് കയറ്റിക്കൊണ്ടിരിക്കും. അവനെ കയറ്റിയിട്ടില്ലെങ്കിൽ ബാറ്ററി അങ്ങോട്ട് ഡൗൺ ആവും. ബാറ്ററി ആ 100% ചാർജ് അവിടെ തുലനായിട്ട് അവിടെ നിൽക്കില്ല, ഗ്രാവിറ്റിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയും നമുക്ക് ചാർജ് ഡെയിലി നമുക്ക് കറണ്ട് ലോസ് ഉണ്ട്. ഇവൻ എന്താ ചോദിച്ചാൽ ചാർജിങ് അങ്ങോട്ട് ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഇതെങ്ങനെ വെച്ചാൽ, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഇൻവെർട്ടർ ബാക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ബാക്കപ്പ് അവിടെ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ഒരാഴ്ച ഇപ്പോഴത്തെ സർവീസ് ചെയ്താണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വെച്ചത് അതിൻ്റെ 99.something ഉണ്ടല്ലോ ഇയേഴ്സ് നോക്കിയപ്പോൾ. ഓക്കെ, ഇവൻ ഏതായാലും 3000 മോഡൽ ഇൻവെർട്ടർ നമ്മളൊരു 140-150Hൻ്റെ 2 ബാറ്ററിക്ക് തുല്യമായിട്ടപ്പോൾ ഈ കാണുന്നത്. വെള്ളം ഒഴിക്കേണ്ട, ലൈറ്റ് വെയിറ്റ് ആണ്, ലൈഫ് ഇതിൻ്റെ 2 ഇരട്ടിയാണ്. നമുക്കൊരു 15 വർഷത്തിൻ്റെ മുകളിൽ ലൈഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ചൈനയിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. ഒരു ബിസിനസ് നമുക്ക് ലിഥിയം ബാറ്ററി കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊരു സ്റ്റഡി ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അവർ ഫാക്ടറിയിലും കാര്യങ്ങളും ഒരുപാട് വർഷങ്ങൾ മുമ്പേ ഉപയോഗിക്കുന്ന ഓരോരോ പ്രൊഡക്റ്റുകൾ കാണിച്ചു തന്നു. ഒരു വിഷയമില്ല. അവർ പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ അവർ ചൈനയിലല്ല പറയുന്നത്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അവർ പ്രധാനമായിട്ട് പറയുന്നത് ഇൻവെർട്ടറിലെ അപ്പർ കട്ട്, ലോവർ കട്ട് കാര്യങ്ങൾ പക്കയായിരിക്കണം. അല്ലെങ്കിൽ അപ്പം ഞാനെന്നത് ഓർത്തു പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇവനെ പോലെ ഇരിക്കും. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, വിഷയത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്കൊരു 2500 വാട്ട് സ്റ്റോറേജാണ്. നമ്മളൊരു 100 വാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 25 മണിക്കൂർ നമുക്ക് റണ്ണാവും. അപ്പോൾ 200 വാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 12 മണിക്കൂറിൻ്റെ മുകളിൽ നമുക്ക് റണ്ണാവും. അപ്പോൾ ആളുകൾ ചോദിക്കും 100 വാട്ട് എത്ര? നമ്മളൊരു 2-3 BLDC ഫാനും ഒരു 4-5 സ്പീഡിൽ 2-3 BLDC ഫാനും 2-3 ലൈറ്റുകളൊക്കെ ആണെങ്കിൽ 100 വാട്ട് 25 മണിക്കൂറോളം പോകും. ഇതിൻ്റെ നേർ പകുതി വരുന്നുണ്ട് 12 വോൾട്ട് സിസ്റ്റം. അവന് 1250 വാട്ട്. നമ്മൾ ഒരു ബാറ്ററി ഉണ്ടല്ലോ, ഒരു 140-150Hൻ്റെ ഒരു ബാറ്ററി വെച്ചതിന് തുല്യം. അത് സാധാരണ വീടുകാർക്കൊക്കെ അത് മതി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മൾ എവിടെ നിന്ന് എടുത്താലും, നിങ്ങൾ എവിടുന്ന് ആരെന്ന് പർച്ചേസ് ചെയ്താലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, നമ്മളില്ല ബാറ്ററി നമ്മളുടെ അടുത്തൊരു ഇൻവെർട്ടർ ഉണ്ടല്ലോ അതിൽ കൊണ്ടുപോയാണ് വെക്കുക, അപ്പോൾ വർക്ക് ചെയ്യും. അത് ചില ആളുകൾ പറയാം വർക്ക് ചെയ്യുമെന്നും പറയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ കട്ട് ഓഫ് വോൾട്ട് കഴിഞ്ഞാൽ അപ്പർ വോൾട്ട് നമുക്കിതിനൊരു വോൾട്ടിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ മേലേക്ക് ഇപ്പോൾ 28.something ആണ് ഇതിൻ്റെ. ഇത് നമ്മൾ ട്യൂബുലർ ബാറ്ററി 29.something മാക്സിമം വോൾട്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ വോൾട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ പോലെ ആകും. കുറച്ച് തള്ളി കിടക്കണ കണ്ടില്ലേ, 6 മാസം 7 മാസം ആയ പോലെ ഉണ്ട്, നോക്കി നോക്കൂ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ വിഷയം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവനെ പോലെ ഇരിക്കുക. അപ്പോൾ ബാറ്ററിയുടെ ഗ്യാരണ്ടി കിട്ടൂല, ലൈഫ് കിട്ടില്ല, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻവെർട്ടറിൽ കൊണ്ടുപോയി ചെയ്യരുത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെ കൊണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം സെറ്റ് ചെയ്യിപ്പിക്കുക. അത് നമ്മൾ ഇൻവെർട്ടറുകൾ 90% ഇൻവെർട്ടറിൽ കഴിയില്ല. കാരണം DSP ടെക്നോളജിയിൽ തന്നെ ഒരു 20% ഇൻവെർട്ടറിൽ കഴിയും. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് കഴിയും. അത് പല ഇൻവെർട്ടറുകളിലും നമുക്ക് കഴിയില്ല, വേരി ചെയ്യാൻ കഴിയില്ല, വോൾട്ട് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ വിഷയം കഴിഞ്ഞല്ലോ.
അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു അത്യാവശ്യം നല്ലൊരു 2000, 3000, 4000 ഒക്കെ ബില്ലിൻ്റെ ആളുകൾക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിൽ വീടുള്ള ആളുകൾ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് കറണ്ട് പോകുമ്പോൾ ഇൻവെർട്ടറും ബാറ്ററിയും വെക്കാം. ഇത് വേണമെങ്കിൽ സോളാർ വെച്ചിട്ട് നമുക്ക് 24 വോൾട്ട് സിസ്റ്റം ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഒരു പൊതുവായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 12 വോൾട്ട് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ബാറ്ററി കുറച്ച് വലുപ്പമുണ്ട്. സാധാരണ നമ്മൾ ഐസ്റ്റാറിൻ്റെ ബാറ്ററിയിൽ കുറച്ച് വലുപ്പമുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് കൊയിലാണ്ടിയിൽ നിന്നൊക്കെ ഉപയോഗിച്ചിരുന്ന കേട്ടോ, സർവീസിന് വന്നാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ട് മനസ്സിലാവുന്നത് ഇതിൽ 5 ബാറ്ററി സിസ്റ്റം ആയിരുന്നു. 5 ബാറ്ററി കൊടുക്കുന്ന BMS ആണ്. ഇപ്പോൾ നമ്മളത് മാറ്റി, ആ BMS കംപ്ലൈൻ്റ് ആണ്, നമ്മൾ മാറ്റി 4 ബാറ്ററി കൊടുക്കുന്ന BMS സിസ്റ്റത്തിൽ കൊടുത്തു. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാം, നമ്മൾ 12 വോൾട്ട് സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് 4 ബാറ്ററികളാണ് വരിക, 24 വോൾട്ട് സിസ്റ്റത്തിൽ 8 സെല്ലുകളാണ് വരിക. ഇതുകൊണ്ട് വേറൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ബാറ്ററി ഉണ്ടല്ലോ, ഈ ബാറ്ററിയുടെ ഒരു സെല്ല് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഗ്യാരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുക എന്നല്ലാതെ നമുക്ക് കഴിയില്ല. ഇതിൽ നമുക്ക് ഓരോ സെല്ലുകളും നമുക്ക് സർവീസ് ചെയ്യാം, മാറ്റി. ഇപ്പോൾ ഇത് 5 ഞാൻ 4 ആക്കി കഴിഞ്ഞു. ഈ 4 ഉള്ളത് നമുക്ക് ഒരെണ്ണം മാറ്റി ഒരെണ്ണം ടോപ്പ് ബാലൻസിങ്ങും കാര്യങ്ങളും നേരെ കൊണ്ടുപോയി വെച്ചാൽ പോരാ, ടോപ്പ് ബാലൻസിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ 100% അത് കഴിയും. പിന്നെ ഇതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നത് വോൾട്ട് അപ്പർ കട്ട് കൂടിയത് കാരണമാണ് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആവാൻ കാരണം. ഒരുപാട് വർഷം, നമ്മളൊക്കെ ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുള്ള ഇവിടെ വൈഡായത്. ഇപ്പോൾ ഏകദേശം ഒരു എൻ്റെ കാൽക്കുലേഷനിൽ ഒരു 9 വർഷത്തിന് മുകളിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് പക്കയാണ്. 80 Hൻ്റെ ബാറ്ററിയാണ്. ഇതിൽ ഞങ്ങൾ നോക്കുമ്പോൾ ടോപ്പ് ബാലൻസിങ് നോക്കുമ്പോൾ 85 H നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ BMSും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതിൽ കണക്റ്റാണ്. ഓക്കെ, ഇനി നമ്മളതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൽ ആ ഒരു വിഷയം കഴിഞ്ഞു. നമ്മൾ ഇനി സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ അതിൽ പറയുന്നത്. നമുക്ക് സെറ്റിങ്സ് മോഡിലേക്ക് കയറാം. ഓക്കെ, ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെയും അതുപോലെ ബാറ്ററിയുടെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ലിഥിയം ബാറ്ററിയുടെ വോൾട്ട് കണ്ടോ, ഈ വോൾട്ടും ഇതിപ്പോൾ സെറ്റായിരുന്നില്ല. ഈ സെറ്റ് നമ്മൾ കറക്റ്റ് ആക്കണം കേട്ടോ, എന്നിട്ടേ പണി തുടങ്ങാൻ പറ്റുള്ളൂ. അതിനിതാ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സിൽ അത് ഓരോ മോഡലായിരിക്കും. 28.5 ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ട്യൂബുലർ ബാറ്ററിയിൽ ഇപ്പോൾ ഇൻവെർട്ടറിൽ ഉണ്ടാവുക 29 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ആ വോൾട്ടിനാണ് കണ്ണും ചിന്നാണ് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫാണ് പോകും. ഓരോ ബാറ്ററിക്കും ഒരു ചെറിയ സ്പെക്കുകൾ മാറ്റം ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി ലോ നമുക്ക് ഒരു 20 വോൾട്ടിലേക്കാണ് നമ്മൾ ട്യൂബുലർ ബാറ്ററി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ലിഥിയം ബാറ്ററിൻ്റെ സ്പെക്ക് സെയിം കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ എന്താ ഒരു വിഷയം ചോദിച്ചാൽ, ഈ ലിഥിയം ബാറ്ററിയുടെ ലിഥിയം ബാറ്ററി എന്ത് ചെയ്യും, ഇതിൻ്റെ ആ കറക്റ്റ് വോൾട്ട് ഇനി 23 വോൾട്ടാണ് എൻഡ് ഓഫ് വോൾട്ട് എന്ന് കരുതുക. ആ വോൾട്ട് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന 20 വോൾട്ട് അല്ലേ, അപ്പോൾ അത് അവൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്യും. 23 വോൾട്ടായി, ഇവിടെ 20 വോൾട്ടാണ്, അത് നേരെ ഓഫ് ആവും. BMS ഓട്ടോമാറ്റിക് ഇതിനെ കട്ട് ഓഫ് ചെയ്യും. BMS പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലും BMS കിടക്കുന്നുണ്ട്, അതാണ് കട്ട് ഓഫ് ചെയ്യും. കട്ട് ഓഫ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, നമ്മൾ സാധാരണ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് തുല്യമാണ് BMS ഓഫ് ചെയ്താൽ. അപ്പം നമ്മൾ ഇവിടെ കറണ്ട് ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ ബോർഡൊക്കെ ആകെ മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് കാര്യങ്ങൾ വരും. പിന്നെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ പിന്നെ ബാറ്ററിയുടെ ലൈഫും പോകും. അങ്ങനെ നോക്കുമ്പോൾ ടെക്നിക്കൽ വശം നോക്കുമ്പോൾ ഈ ബാറ്ററിക്ക് 5 വർഷം 10 വർഷം ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഈ അറിവ് പരിമിതി വെച്ചിട്ടാണ് പറഞ്ഞത്. കൂടുതൽ അറിവില്ല ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, പിന്നെ ലിഥിയം ബാറ്ററിയുടെ പ്രത്യേകത വെച്ചാൽ വളരെ പെട്ടെന്ന് ചാർജിങ് ആംബിയർ നമുക്ക് കയറ്റി കൊടുക്കാം. അത് വളരെ പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജും ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ട് ട്യൂബുലർ ബാറ്ററിൻ്റെ പോലെ ലോസ് ഉണ്ടാവില്ല. ആ കറക്റ്റാണ് വേണ്ട. 1000 വാട്ടാണെങ്കിൽ 1000 വാട്ട് നിങ്ങൾ സഡൻലി ഡിസ്ചാർജ് ചെയ്താൽ കറക്റ്റ് തോതേ പോയിട്ട് അവിടെ ലോസ് എന്ന് പറഞ്ഞ സംഭവം അവിടെ കുറവാണ്, വളരെ കുറവാണ്. ഓക്കെ, ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നിപ്പോൾ നമ്മളെ താഴെ നമ്മൾ നാസ്തക്ക് സൊല്യൂഷൻ്റെ നമ്മൾ ഷോറൂമിൻ്റെ താഴെ ഒരു കൗണ്ടറാണ്, മുകളിലാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്, ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഓക്കെ, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അതിനോട് മുമ്പ് ഇത് 10 kV നമ്മൾ 96ൻ്റെ ഇൻവെർട്ടർ കേട്ടോ, ഇത് 48ൻ്റെ ഇൻവെർട്ടറൊക്കെയാണ്. ഇതിപ്പോൾ ഓരോ വർക്കിനില്ല ഓർഡറിനുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാക്കി സ്റ്റോർ കാര്യങ്ങളൊക്കെ മേലെയാണ്, നമ്മൾ ഗോഡൗൺ തൊട്ട് പരിധിയിലാണ്. ഇതുപോലെ തന്നെ ലിഥിയം ബാറ്ററിയുടെ ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാണ്ട് കേട്ടോ. ഏതായാലും ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.